പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുകയാണ്. തുറമാനമായി ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, കേൾക്കുന്നത്, സമയമെടുത്ത് ആ ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്, വിടുതലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗപ്രകാരം 5 ദിവസം തുടർമാനമായി ചില വിഷയങ്ങളെ ആത്മനിയോഗത്തോടെ നാം ചിന്തിച്ചു വരികയാണ്. ഈ 4-ാം ദിവസം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ദിവസം കേട്ട ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ചുവടുകൾ വെക്കുമ്പോൾ, നമ്മുടെ ജീവിത ശൈലിക്ക് മാറ്റം വരുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരപ്രകാരം ദൈവശബ്ദത്തിനനുസരിച്ച് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ കൂടെ വരും. പല ആളുകളും ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ, ദൈവം അവരോട് ഇടപെട്ടതിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി. വിശ്വാസം മലകളെ നീക്കും, പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും, അഭിഷേകം നുകത്തെ തകർക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതാണ്. ഈ ദൂതനുസരിച്ച് ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾ വരുമ്പോൾ ഞാൻ പറയാം, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു ഡെലിവറൻസ് നിങ്ങൾക്ക് തരും. ഇന്നത്തെ ദൂത് ഇതാണ്: വിശുദ്ധി സാത്താന്യ പ്രവർത്തനത്തെ തടയും. വിശുദ്ധി എന്ത് ചെയ്യും? സാത്താന്യ പ്രവർത്തനത്തെ തടയും. നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അവിടുന്ന് വിശുദ്ധനായ ഒരു ദൈവത്തെ വിളിക്കാൻ, വിശുദ്ധനായ ദൈവത്തിൻ്റെ പൈതലായിരിക്കാൻ, വിശുദ്ധനായ ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് ലഭിച്ചത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ പിശാചിന് സ്ഥാനമില്ല. എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ സാത്താന് പ്രവേശനമില്ല. സാത്താൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത് വിശുദ്ധിയുള്ളിടത്താണ്. നിങ്ങൾക്കറിയാമോ, ഈ അന്ത്യകാലത്ത് നമ്മളായിരിക്കുന്നത് ഏറ്റവും ടൈമിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വാതുക്കൽ എത്തി നിൽക്കുന്ന സമയങ്ങളിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ആ സമയത്താണ് നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നത്. ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം ഓരോന്നായി നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സഭയോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, ലോകരാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിൽ, സാമുദായിക, സാമ്പത്തിക, ഭൂമിപരമായ, ഭൂമിശാസ്ത്രപരമായ എല്ലാ തെളിവുകളും, എല്ലാ ലക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു എൻഡ് ടൈമിൽ സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ കാലഘട്ടത്ത് കാണിക്കും. പക്ഷേ നമുക്ക് ഒരു അത്ഭുതം നടന്നാൽ, ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം നടന്നാൽ, അത് ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നുള്ളതാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അത് വിശുദ്ധിയുള്ളതാണോ എന്ന് നോക്കിയാൽ മതി. വിശുദ്ധമായത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. യേശു മാത്രമാണ് വിശുദ്ധൻ. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പുറപ്പാട് 15:11 ഇങ്ങനെ പറയുന്നത്: വിശുദ്ധിയിൽ മഹിമയുള്ളവൻ. വിശുദ്ധിയിൽ മഹിമയുള്ളവൻ. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് കയറണം. സാത്താന്യമായ എന്തെങ്കിലും പ്രവർത്തനത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, വിശുദ്ധി വെളിപ്പെട്ടാൽ പിശാചിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു ഹോളിനെസ് വെളിപ്പെട്ടാൽ, ഒരു വിശുദ്ധി വെളിപ്പെടും, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ സാത്താൻ്റെ ഒരു പരിപാടിയും നടക്കത്തില്ല. സാത്താൻ വ്യക്തികളിൽ കയറി നമുക്കെതിരെ എന്തെങ്കിലും, നമ്മളതിനെ ഭയപ്പെടത്തില്ല. ഏതെങ്കിലും ഒരു ദേശാധിപതി ശക്തി നമുക്കെതിരെ പോരുകൾ അഴിച്ചുവിടുമ്പോൾ നമ്മൾ ഭയപ്പെടത്തില്ല. കാരണം ഞാൻ ആ സർക്കിളിനകത്ത്, വിശുദ്ധിയുടെ സർക്കിളിനകത്താണ് നിൽക്കുന്നത്. ഇന്ന് കേട്ടോണം, ഈ 4-ാം ദിവസത്തെ ദൂത് കേട്ടോണം. വിശുദ്ധി സാത്താന്യ പ്രവർത്തനത്തെ തടയും. നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ പേഴ്സണൽ ലൈഫിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് വിശുദ്ധിയുണ്ടോ? പരിശുദ്ധാത്മാവ് ചോദിക്കും, വിശുദ്ധിയുണ്ടോ? അവിടെ എനിക്ക് സ്ഥാനമുണ്ട്, പിശാചിന് അവിടെ സ്ഥാനമില്ല. യേശുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 7-ലും 6-ന്റെ 10-ലും ഒക്കെ വായിക്കുന്നു, വിശുദ്ധനും സത്യവാനുമായ സാക്ഷി. യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു വിശുദ്ധനാ. പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപികളിൽ നിന്ന് വേറിട്ടവൻ. അവന് അവിടുത്തെ പേര് യേശു, വിശുദ്ധമായ നാമമുള്ളവൻ.
മോസ്റ്റ് ഹോളി ഗോഡാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നറിയാമോ? നമ്മൾ വിശുദ്ധരായി തീരണം. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, എസ്പെഷ്യലി പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ, കുറച്ചുകൂടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റ് അത് ലേഖനങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിച്ചു നോക്ക്. അവിടെ ആവർത്തിക്കപ്പെടുന്നൊരു പദമാണ് വിശുദ്ധന്മാരെ. വിശുദ്ധരാകേണ്ടതിന് വിശുദ്ധന്മാർക്ക് എഴുതുന്നത് നിങ്ങൾ വിശുദ്ധന്മാരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഡിവൈൻ പ്ലാനാണ് സഭയിലുള്ള ദൈവമക്കൾ വിശുദ്ധരാകണമെന്നുള്ളത്. എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്ത് ഈ മെസ്സേജ് കേൾക്കാനുള്ള കാരണം, എന്തെല്ലാം കാര്യങ്ങൾ യൂട്യൂബിൽ കാണാം, പക്ഷേ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാനുള്ള കാരണം എന്താ? ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ദൈവം തെരഞ്ഞെടുത്തു, ദൈവം സെലക്ട് ചെയ്തു. എന്തിനാ തെരഞ്ഞെടുത്തതെന്നറിയാവോ? 2 തീമോഥെയോസ് 1:9 വായിക്കുന്ന ഇങ്ങനെ, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമ്മൾ നൽകിയിരിക്കുന്ന ഇപ്പോൾ മരണം നീക്കുന്നു പറഞ്ഞിട്ട് പറയാം, വിശുദ്ധ വിളി കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചത് എന്തിനാണെന്നറിയാവോ? എഫേസ്യ ലേഖനം 1:4 വായിക്കുന്നത്, അവൻ്റെ സന്നിധിയിൽ, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാ തെരഞ്ഞെടുത്ത്. കേട്ടോ, സാത്താൻ്റെ പ്രവർത്തനത്തെ തടയുന്നത് വിശുദ്ധി മാത്രമാണ്. വിശ്വാസം നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്, അഭിഷേകം നല്ലതാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എന്നാൽ ഇതിൻ്റെ ഏറ്റവും ഫൗണ്ടേഷനായിട്ടുള്ള കാര്യം, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധിയാണ്. വിശുദ്ധിയില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? വിശുദ്ധിയില്ല വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? വിശുദ്ധിയില്ലാതെ അന്യാവശ്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. വിശുദ്ധി വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാ? ദൈവവചനം പറയുന്നു നിങ്ങൾ വിശുദ്ധരാകേണ്ടതിനാണ്. നിങ്ങളെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചെന്നാണ് തീമോഥെയോസിനോട് പറയുന്നത്. യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ച വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. പത്രോസിലെ ലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങൾ വിശുദ്ധ വംശമാണ്. 2 പത്രോസ് 2:21 വായിക്കുന്നു, നിങ്ങൾ കേൾപ്പിച്ച കൽപ്പന വിശുദ്ധ കൽപ്പനയാണ്. 1 പത്രോസ് 2:5 വായിക്കുന്നു, നിങ്ങൾ വിശുദ്ധ പുരോഹിത വർഗമാണ്. കണ്ടോ, ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു നിങ്ങൾ വിശുദ്ധരാണ്. നിങ്ങളെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന സകലതും നിങ്ങൾ ആകമാനവും വിശുദ്ധരാ. ഇത് നമ്മിൽ നിന്ന് മാറിയാൽ ഒരു പ്രശ്നമുണ്ട്. ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ലാതായി തീരും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് അശുദ്ധമായത് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഏറ്റു പറയണം. വിടുതലിന് തടസ്സമാണ് പ്രിയപ്പെട്ടവരെ, വിടുതലിന് തടസ്സമാണ്. സാത്താൻ പലപ്പോഴും പ്രവർത്തിക്കുന്നത് അശുദ്ധിക്കകത്താണ്. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. ആ അകൽച്ചയ്ക്കകത്താണ് ആര് കയറുന്നത്? പിശാച് കയറുന്നത്. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത് എഫേസ്യർ 4:27 പിശാചിന് ഇടം കൊടുക്കരുത്, ഒരു ഗ്യാപ്പ് കൊടുക്കരുത്. നമ്മുടെ ശരീരം ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചേ, ചിന്തിച്ചേ. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തെ അറിയുന്നു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? എൻ്റെ അവയവങ്ങൾ കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? എൻ്റെ ത്വക്ക് കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? എൻ്റെ കാതുകൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? നാവ് കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ? ഏറ്റുപറ. നമ്മൾ ശരീരം കൊണ്ട് പാപം ചെയ്താൽ നമ്മൾ പിശാചിൻ്റെ ആളായി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തെന്ന് യോഹന്നാൻ 1 വായിക്കുന്നു. യോഹന്നാൻ 8 വായിക്കുമ്പോൾ യോഹന്നാൻ 1 ദൈവമക്കളാകാൻ അധികാരം കൊടുത്തെന്ന് പറയുന്നു. പക്ഷെ 8 വായിക്കുന്നത് ഓഷ്ക് പറയുന്നവരേവരും പിശാചിൻ്റെ മക്കളാണ്. പിശാച് ഓഷ്ക് പറയുന്നവനും അത് പറയുന്നവർ അപ്പനുമാണ്. അപ്പം യേശുവിനെ കൈക്കൊണ്ട്, പക്ഷെ ഫോഷ്ക് പറയുവാണ് ആറമോള പിശാചിൻ്റെ ആളാ. അതല്ലേ പറയാം, നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുകയും അവൻ നടക്കുന്നത് പോലെ അവനുമായിട്ട് കൂട്ടായ്മയില്ലെങ്കിൽ നിങ്ങൾ കള്ളനാ, സ്വയം വഞ്ചിക്കുക. പറയുന്നുണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താന്യ പ്രവർത്തനങ്ങൾ കുടുംബങ്ങൾ വിട്ടു, വ്യക്തികൾ വിട്ടു പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരൊറ്റ കാര്യം, ഒരൊറ്റ താക്കോൽ, വിശുദ്ധി. ശരീരത്തിനകത്ത് വിശുദ്ധി വേണം. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, അത് വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്.
നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഈ 4-ാം ദിവസം പരിശുദ്ധാത്മാ പറയുക, വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിശുദ്ധരായി ജീവിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ തിരയുകയാണ്. വളരെ കുറച്ചു പേർ മാത്രമേ ദൂതുകൾ കേൾക്കുന്നുള്ളൂ. പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം. നിങ്ങളുടെ കുടുംബം വിട്ട്, കൂടാരം വിട്ട്, തലമുറ വിട്ട് ഉട്ടപ്പിശാചിന്റെ മുഖങ്ങൾ തകരണമോ? നിങ്ങളുടെ വിശ്വാസത്തിന് റിസൾട്ട് കാണണോ? പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് കാണണോ? നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് റിസൾട്ട് കാണണോ? ഇതാ ദൂത്. വിശുദ്ധിയോടെ ജീവിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അശുദ്ധമായത് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റുപറയണം. ശുദ്ധീകരണം പ്രാപിക്കണം. അശുദ്ധമായ ചിന്തകൾ വരത്തില്ലെന്നല്ല, നമ്മുടെ ജഡം ഇപ്പോഴും ബലഹീനമാണ്. പാപഭങ്കുരമായ പാപത്തിന് സ്വാധീനമുള്ള ഒരു ശരീരത്തിലാണ് നമ്മൾ ഇപ്പോഴും കിടക്കുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ചിന്തകളെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഗാർഡ് ചെയ്യണം നമ്മുടെ ഹൃദയത്തെ. യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ദേഹവും ദേഹിയും ആത്മാവും അനിന്യമായി കാക്കപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിലെ പ്രോമിസ്. ഇന്ന് ഈ ദൂത് കേൾക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചില സാത്താന്യ പ്രവർത്തനങ്ങൾ ജീവിതം വിട്ട്, കുടുംബം വിട്ട്, വ്യക്തികളെ വിട്ട് മാറിപ്പോണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ അന്ത്യകാലഘട്ടത്തിൽ വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ എന്ന് വെളിപ്പാട് പുസ്തകം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വിശുദ്ധിയെ തികയ്ക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഇന്ന് ഈ ദൂതിന്റെ മുമ്പിൽ സമർപ്പിക്കാമോ? കർത്താവേ, വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന്. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, എനിക്ക് എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നത്? ഒറ്റ വഴിയേ ഉള്ളൂ. 2 കൊരിന്ത്യർ 1:12 വായിക്കണം കേട്ടോ. 2 കൊരിന്ത്യർ 1:12. ദൈവമാ വിശുദ്ധി നൽകുന്നത്. യേശുവിൻ്റെ രക്തമാ നമ്മളെ വിശുദ്ധമാക്കുന്നത്, നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയുമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. 1 തീമോഥെയോസ് 4:5. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കും. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പല പാപങ്ങളെയും പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഓർപ്പിച്ചില്ലേ? ആ ഓർപ്പിച്ചത് എന്താണെന്നറിയാം? ദൈവവചനം കേൾക്കുമ്പോൾ ശുദ്ധീകരണം ഉണ്ടാവും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഈ ദൂത് കേൾക്കുമ്പോൾ ചിലർ ഹൃദയത്തിനകത്ത് തീരുമാനമെടുക്കുമോ വിശുദ്ധിയോടെ നിൽക്കാൻ. പല വിടുതലിൻ്റെ തടസ്സം സാത്താൻ തന്നെ. പക്ഷെ സാത്താൻ അകത്ത് കയറി ഇതങ്ങനെ അശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പല തീരുമാനങ്ങളും എടുത്തു വിശുദ്ധിയോടെ ജീവിക്കണമെന്ന്, പലതും ഉപേക്ഷിക്കണമെന്ന്. പക്ഷേ മാസങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഉപേക്ഷിച്ചത് പലതും ജീവിതത്തിനകത്ത് വീണ്ടും കയറി വന്നു. ആ കാര്യങ്ങളെ പരിശുദ്ധാത്മ ഇപ്പം നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. അത് ആത്മീയ പിന്മാറ്റമായിരിക്കാം, ജഡീക സ്വഭാവങ്ങളായിരിക്കാം, എന്തു തന്നെ ആയാലും വിശുദ്ധി തരുന്ന ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ആശ്രയിക്കും. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം 4:27 അത് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് തൊട്ടുമുകളിലുള്ള വാക്യങ്ങൾ 4:22 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളാണ്. ഫോഷ്ക്ക്, അതുപോലെ തന്നെ ചതിമോഹം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ പിശാചിന് ഇടം കൊടുക്കുക. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഇടം കൊടുക്കുക. പാപത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ ഇന്ന് മനുഷ്യൻ ശ്രമിക്കുമ്പോൾ പാപത്തെ ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യാൻ, വില കുറച്ച് കാണാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുവദിക്കുന്നില്ല. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ഇതൊന്നും പേര് പോലും പറയരുതെന്ന, പേര് പറക പോലും അരുതെന്ന എഫേസ്യ ലേഖനം 5:3 വായിക്കുന്നത്. എന്നിട്ട് പറയാ, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ ഒരു വ്യക്തി വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനമെടുത്താൽ ആ വ്യക്തിയെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ദാനിയേലിന്റെ ചരിത്രം അറിയാം അല്ലേ? ഹൃദയത്തിൽ തീരുമാനമെടുത്തു, രാജാവ് തരുന്ന വീഞ്ഞുകൊണ്ടോ രാജാവ് തരുന്ന ഭക്ഷണം കൊണ്ടോ ഞാൻ എന്നെ തന്നെ അശുദ്ധനാകത്തില്ല. ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ദാനിയേലിനെയും തൻ്റെ കൂടെയുള്ളവരെയും പരിപാലിക്കാൻ കാരണമായി തീർന്നു, പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാരണമായി തീർന്നു. ബാക്കിയുള്ളവരിൽ നിന്ന് 10 ഇരട്ടി വിശിഷ്ടരായി ദാനിയേലും കൂട്ടുകാരും വിളങ്ങിയെന്ന് ദാനിയേൽ 1 വായിക്കുന്നു. അതിൻ്റെ അർത്ഥം, വിശുദ്ധിക്കേണ്ടി നിൽക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക.
ഉഴപ്പൊക്കെ മാറ്റിവെക്ക്. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന പാപങ്ങളെ ഉപേക്ഷിക്ക്. ഹൈഡ് ചെയ്യരുത്, ഉപേക്ഷിക്ക്. ദൈവം വിടുവിക്കും. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സാത്താൻ എത്ര നോക്കിയിട്ട് ഇയ്യോബിനെ ഒന്ന് തൊടാൻ പറ്റുന്നില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പഠിച്ച പണി 18 സാത്താൻ നോക്കി ഇയ്യോബിനെ ഒന്ന് തൊടാൻ, പക്ഷെ നടന്നില്ല. അപ്പൊ ദൈവം ചോദിക്കുന്നു സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല. അപ്പൊ ദൈവം നോക്കുമ്പോൾ, മനുഷ്യൻ നോക്കുമ്പോഴല്ല, ദൈവം നോക്കുമ്പോൾ ഇയ്യോബ് ആരാണ്? ഭക്തനാണ്, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകന്നവൻ. ഈ ഭൂമിയിൽ ഇയ്യോബിനെ പോലെ വിശുദ്ധിയോടെ ജീവിച്ച ആരുമില്ലെന്ന് സാത്താനോട് പറയാ. എന്നിട്ട് പറയാ, നീ അവനെ ദൃഷ്ടി വെച്ചോ. അതിൻ്റെ അർത്ഥം എന്താ? സാത്താൻ ഇയ്യോബിനെയും ഇയ്യോബിന്റെ കുടുംബത്തെയും ദൃഷ്ടി വെച്ചെന്ന് ദൈവത്തിന് മനസ്സിലായി. പക്ഷേ സാത്താൻ ഇയ്യോബിനെ തൊടാൻ പറ്റിയില്ല. തൊട്ട് താഴെ വായിക്കുന്നു, ഇയ്യോബ് 1:10, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നു, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. നോക്കിക്കേ, അപ്പൊ വിശുദ്ധനെ തൊടാൻ പിശാചിന് പറ്റിയില്ല. പറയുന്ന ദൂത് മനസ്സിലാവുന്നുണ്ട്. വിശുദ്ധനെ തൊടാൻ പിശാചിന് പറ്റിയില്ല. പിശാച് നോക്കി ഒന്ന് തൊടാൻ, പക്ഷെ പറ്റിയില്ല. എന്താ കാരണം? വേലി കെട്ടിയിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര അന്ധകാരം നിറഞ്ഞ ലോകത്തെ, അന്ധകാരം നിറഞ്ഞ സമൂഹത്തിനകത്ത്, ബന്ധനമുള്ള പോരുകളുള്ള സ്ഥലത്ത് ഒരു വിശുദ്ധൻ നിന്നാൽ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവം എന്നതിനെ ബന്ധിക്കാൻ പിശാചിന് പറ്റില്ല. മനസ്സിലാക്കുക. ചില ആളുകൾ പറയും, നിങ്ങളുടെ അകത്ത് ബന്ധനമുണ്ട്, നിങ്ങളുടെ അകത്ത് പോരാട്ടമുണ്ട്. മറ്റു പലരോടും പറയുന്നത് പറഞ്ഞു ഫലിച്ചു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുക, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് പറയാം, നിങ്ങളുടെ അകത്ത് ബന്ധനമുണ്ട് കേട്ടോ, നിങ്ങളുടെ വീട്ടിനകത്ത് പോരുണ്ട് കേട്ടോ, പല കാര്യങ്ങൾ ചെയ് എന്നൊക്കെ പറയും. ഞാൻ പറയണം, അവിടെ ഇവിടെയും പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വന്ന് പറയല്ല. അത് അഹങ്കാരമല്ല, ഉറപ്പാ. എന്താ ഉറപ്പ്? ഞാൻ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവവചനപ്രകാരം ശുദ്ധീകരണത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അകത്തെങ്ങനെ ബന്ധനം വരുന്നത്? കാൽവരി കുരിശിൽ പിശാചിനെ, അവൻ്റെ സകല ആയുധങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അടിയറവ് വെപ്പിച്ചവനാണ് യേശു ക്രിസ്തു. ആ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവ സ്നാനമേറ്റിരിക്കുന്ന, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിൻ്റെ അച്ചാരമായ അഭിഷേകമുള്ള, അന്യഭാഷ അടയാളത്തോടെ സംസാരിക്കുന്ന ഒരു ദൈവവേദനയിൽ ബന്ധനമുണ്ടോ? ഒരിക്കലുമില്ല. യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ ശരീരത്തോടും യേശുവിൻ്റെ രക്തത്തോടും പങ്കാളികളായി തീരുന്ന, കർത്താവിൻ്റെ മേശ സ്വീകരിക്കുന്ന ഒരു ദൈവവൈതലിനകത്ത് ബന്ധനമുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയുള്ള ഒരു തെറ്റിക്കാൻ വരുമ്പോൾ പറയണം, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, പിശാചിന് എന്നിൽ സ്ഥാനമില്ല, പിശാചിന് എന്നോട് ഒരു കാര്യവുമില്ല, ദുഷ്ടൻ അവനെ തൊടുന്നില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, ദുഷ്ടൻ അവനെ തൊടുന്നില്ല എന്നാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്. അങ്ങനാണെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ പറയാൻ പറ്റും, പിശാചിൻ്റെ ഒരു പരിപാടിയും എന്നിലും എൻ്റെ തലമുറയിലും എൻ്റെ കുടുംബത്തിനകത്ത് നടക്കത്തില്ല. പലരെയും പിശാചി തെറ്റിച്ചു, എന്നാൽ ക്രിസ്തുവിലുള്ള എന്നെ തെറ്റിക്കാൻ, എനിക്കെതിരെ പോരഴിച്ചു വിടാൻ പിശാചിന് പറ്റത്തില്ല. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടെ ജീവിക്കുന്നവനെ സൂക്ഷിക്കുന്ന ദൈവമാണ്, വിശുദ്ധിയോടെ ജീവിക്കുന്നവളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. വിശുദ്ധന്മാർക്ക്, വിശുദ്ധമതികൾക്ക്, ഈ ദൈവം നൽകുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. നിന്നെ ഭയപ്പെടുത്തുന്ന പലതും നീ കേട്ടു, നിന്നെ ഭാരപ്പെടുത്തുന്ന പലതും നീ കേട്ടു. വിശുദ്ധിയിൽ ജീവിക്കുന്ന നിന്നെ തൊടാൻ ഒരു ബന്ധനത്തിന് കഴിയത്തില്ല. വിശുദ്ധിയിൽ ജീവിക്കുന്ന നിന്നെ തകർക്കാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയത്തില്ല. ആരൊക്കെ എന്തൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ മന്ത്രങ്ങൾ ജപിച്ചാലും, വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവ പൈതലിനെ തൊടാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം കൊടുക്കത്തില്ല. നിനക്ക് ചുറ്റും തീമലനായി, നിനക്ക് ചുറ്റും വേലികെട്ടി നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സമയം വിശ്വസിക്കു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു വിശുദ്ധിയായി ജീവിക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ വിശുദ്ധിക്ക് മുമ്പിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ തിരിച്ചറിയണം, ദേശാധിപതി ശക്തികൾ ആ വ്യക്തിയെ കയ്യിലെടുക്കും. ഞാനും നിങ്ങളും വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ പിശാചിന് നമ്മിൽ സ്ഥാനമില്ല.
ഞാനും നിങ്ങളും വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ സാത്താൻ്റെ ഒരു പ്രവർത്തനത്തിന് നമ്മളിൽ സ്ഥാനമില്ല. പക്ഷേ നാം പാപം ചെയ്യുമ്പോൾ, നാം വിശുദ്ധിക്ക് കോംപ്രമൈസ് ചെയ്യുമ്പോൾ, താൽക്കാലികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ അഴിച്ചു വിടുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, ദേശാധിപതി ശക്തിക്ക് അടിമപ്പെടേണ്ട ഒരവസ്ഥ വരും. നമ്മൾ നിൽക്കുന്ന ദേശത്തിലെ കാവൽക്കാരായി, അധികാരികളായി ദൈവം നമ്മെ നിശ്ചയിക്കുക. നിങ്ങൾ ഇന്ത്യയിലാണോ, UK-യിലാണോ, ഗൾഫ് രാജ്യങ്ങളിലാണോ, ഓസ്ട്രേലിയൻ ദേശങ്ങളിലാണോ, അമേരിക്കൻ ഐക്യനാടുകളിലാണോ, എവിടെ ആയിക്കോട്ടെ, നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ കാവൽക്കാരായി, അധികാരികളായി ദൈവമാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. എന്നാൽ ആ ദേശത്തെ അടക്കി ഭരിക്കുന്ന അന്ധകാര ശക്തിക്ക് ഏറ്റവും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് വിശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ സന്തോഷിക്കുന്നത് ആ ദേശത്തെ ആധിപത്യങ്ങളാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ശിംശോനാണ്. ശിംശോൻ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. 16-ാം അധ്യായത്തിൻ്റെ 23-ലും 23 ഭാഗത്തും നമുക്ക് ശിംശോന്റെ വീഴ്ച കാണാം. പക്ഷെ 15-ാം അധ്യായം, ന്യായാധിപന്മാർ പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യത്തിലും, ന്യായാധിപന്മാർ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13 തൊട്ടുള്ള വാക്യത്തിലും ശിംശോൻ ദൈവത്തിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെലിസ്ത്യരുടെ വയൽ ആക്രമിക്കുന്നു, അതുപോലെ ഫെലിസ്ത്യരെ കൊന്നുമുടിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി വീറോടെ, അഭിഷേകത്തോടെ ചെയ്ത വ്യക്തിയാണ് ശിംശോൻ. പക്ഷേ 16-ാം അധ്യായത്തിൻ്റെ 23 വരുമ്പോൾ ശിംശോന്റെ നാസിർ വ്രതമൊക്കെ ശിംശോൻ തെറ്റിച്ചു. ശിംശോന്റെ വിശുദ്ധി ശിംശോൻ തെറ്റിച്ചു. അവിടെ സംഭവിക്കുന്ന കാര്യം 16-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തങ്ങളുടെ ദേവനായ ദാഗോനൊരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. നോക്കിക്കേ, വിശുദ്ധി നഷ്ടപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ ഫെലിസ്ത്യ ദേശത്തെ അടക്കി ഭരിച്ചത് അഭിഷേകമുള്ള ശിംശോനായിരുന്നു. എന്നാൽ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ആ ദേശത്തെ അടക്കി ഭരിക്കുന്ന ദാഗോന്യ ശക്തികൾ ശിംശോനെ പിടിച്ച് മഹത്വം ദേശാധിപതിക്ക് പോയിരിക്കുക. ഇപ്പൊ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറയുകയാണ്, നമ്മുടെ ദേവൻ ശിംശോനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇപ്പൊ മഹത്വം ദാഗോന് പോയി. ഇപ്പൊ അഭിഷക്തൻ ദാഗോന് വേണ്ടി പണിയെടുക്കുക. എന്താ കാര്യം? വിശുദ്ധി നഷ്ടപ്പെട്ടു. എന്നാൽ വിശുദ്ധിയോടെ ശിംശോൻ നിന്ന ആ സമയത്തെല്ലാം ശിംശോനെ തൊടാൻ ദാഗോന് കഴിഞ്ഞില്ല. ഇതൊരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധി സാത്താന്യ പ്രവർത്തനത്തെ തടയും. ഈ നിയോഗത്തോടെയുള്ള 4-ാം ദിവസം ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയാം. നാം എത്രത്തോളം വിശുദ്ധിയോടെ നിൽക്കുന്നോ അത്രത്തോളം പിശാചിനോട് എതിർക്കാൻ നമുക്ക് കഴിയും. അതാണ് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് എങ്ങനെ? യാക്കോബ് 4-ാം അധ്യായത്തിന് 1 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ പറയുന്നത് മൊത്തം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്ക്, ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്ക്, ഹൃദയത്തെ ശുദ്ധീകരിക്കെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാ? വിശുദ്ധിയോടെ ജീവിക്കുന്നതാ. ഇന്ന് തീരുമാനമെടുക്കാമോ? വിശുദ്ധിയോടെ ജീവിക്കാൻ, എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞാനും എൻ്റെ കുടുംബവും നിൽക്കും. നീയും നിൻ്റെ കുടുംബം വിശുദ്ധിയോടെ നിന്നാൽ ഒരു പൈശാചിക ശക്തിയും നിന്നെ തൊടത്തില്ല. അത് ദൈവത്തിൻ്റെ വചനം തരുന്ന ഉറപ്പാണ്, കോൺഫിഡൻസ് ആണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വാസം മലകളെ നീക്കും, പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും, അഭിഷേകം നുകത്തെ തകർക്കും, വിശുദ്ധി സാത്താന്യ പ്രവർത്തനത്തെ തടയും. പരിശുദ്ധ പിതാവേ, ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ ജീവിക്കാനാണല്ലോ അങ്ങ് ഞങ്ങളെ വിളിച്ചത്. വിശുദ്ധന്മാരെ ചേർക്കാനാണല്ലോ അങ്ങ് മധ്യാകാശത്തിൽ വരുന്നത്. ഈ തലമുറയിൽ, ഈ പാപം നിറഞ്ഞ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരണം. ഈ ശബ്ദം കേട്ടവർക്ക് കൊടുക്കണമേ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പാപമോർപ്പിച്ച വ്യക്തികൾ ആ പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ ജനത്തെ സഹായിക്കണമേ. ഞങ്ങൾ പാപം ചെയ്ത് ദേശാധിപതി ശക്തികൾ മഹത്വമെടുക്കാൻ
ദേശാധിപതി ശക്തികൾ ഗ്ലോറി എടുക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ. ദൈവനാമമഹത്വത്തിന് വേണ്ടി ഞങ്ങളെ നിർത്തണമേ. വിശുദ്ധി സാത്താന്യ പ്രവർത്തനത്തെ തടയുമല്ലോ. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്, വിശുദ്ധി സാത്താന്യ പ്രവർത്തനത്തെ തടയും. ഗോഡ് ബ്ലെസ് യു.